ഫലസ്തീനിനു വേണ്ടി എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്രയ്ക്ക് കരയുന്നതും സമരം ചെയ്യുന്നതും? അതിനു മാത്രം എന്ത് പ്രത്യേകതയാണ് ഫലസ്തീനിന് ഉള്ളത്? ചോദിച്ചിരിക്കുന്നത് അഹമ്മദ് ഹാജിയാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം ഒരു മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ്, അങ്ങനെ നമ്മൾ കരുതി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യം ഖിബ്ലയായി നിർണയിച്ചു കൊടുത്തത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. മാത്രമല്ല ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ രാജ്യമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു സംരംഭകർക്ക് ഇവർ സൗകര്യം കൊടുക്കുകയും താമസ സൗകര്യം ഏർപ്പെടുത്തുകയും സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ തന്നെ ഈ രാജ്യത്തെ പിടിച്ചടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെയും അവിടുത്തെ അടിച്ചമർത്തപ്പെടുന്ന പിഞ്ചുമക്കളുടെയും അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് കണ്ണീരും സങ്കടവും വരും. കാരണം ഇസ്ലാമിൽ ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സ എന്നത്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന ഫലസ്തീൻ എന്ത് കേടുവന്നാലും അത് മസ്ജിദുൽ അഖ്സയെ കൂടി ബാധിക്കുന്നതാണ്. മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ ഫലസ്തീനിലെ യുവാക്കളായ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് ആ മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് കയറി നമസ്കരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർ കൊടുക്കുന്നില്ല എന്നതാണ് വളരെ സങ്കടകരമായ കാര്യം. ഒരുപാട് കാലം ഞാൻ ആ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയും മറ്റുമൊക്കെ സന്ദർശിക്കാൻ പല പ്രാവശ്യങ്ങളിലായി പോയിട്ടുള്ളതാണ്. നാം ചെല്ലുന്ന സമാധാന അന്തരീക്ഷത്തിൽ പോലും വളരെ ഭീകരമായ അവസ്ഥയിൽ മാത്രമാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലെ അക്രമങ്ങളൊക്കെ വെച്ചിട്ട് എന്തിനാണ് അങ്ങോട്ട് പോയി മുട്ടാൻ പോയത്, അതുകൊണ്ടല്ല അവർ തിരിച്ചടിക്കുന്നതെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ സാഹചര്യം എപ്പോഴും ഒരു കലാപത്തിൻ്റെ, ഒരു യുദ്ധത്തിൻ്റെ മുഖത്താണ് അവിടുത്തെ സാഹചര്യം. നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. സത്യത്തിൽ അവർ എപ്പോഴും ജീവിക്കുന്നത് തോക്കിൻ്റെ മുന്നിലും ബോംബിൻ്റെ അടിയിലുമൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനതയ്ക്ക് വലിയ മോചനവും വിജയവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.